എറണാകുളം പ്രസ് ക്ലബിൻ്റെ സ്ഥാപക നേതാവായ സി വി പാപ്പച്ചനുണ്ട്. ഈ പ്രസ് ക്ലബ്ബ് നിർമ്മിക്കാൻ വേണ്ടി ലോട്ടറി അടക്കം നടത്തിയ നമ്മുടെ സ്ഥാപക നേതാവാണ് അദ്ദേഹം. അതിനുശേഷം ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ ചീഫ് റിപ്പോർട്ടറും ദേശാഭിമാനി ചീഫ് റിപ്പോർട്ടറുമായി ജോലിയെടുത്തിട്ടുണ്ട്. അപ്പോൾ പാപ്പച്ചൻ സാറിൻ്റെ പേരിൽ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളും എറണാകുളം പ്രസ് ക്ലബ്ബും ചേർന്ന് ഏർപ്പെടുത്തിയിട്ടുള്ള അവാർഡാണ്. ഇത്തവണ ദുരന്തം പ്രകൃതിയുടെ വേദന എന്ന് ആധാരമാക്കിയിട്ട് ഇംഗ്ലീഷ് മലയാളം ദിനപത്രങ്ങളിൽ നിന്നുള്ള ലേഖകരുടെ അല്ലെങ്കിൽ മാധ്യമപ്രവർത്തകരുടെ അവാർഡ് എൻട്രികളാണ് ക്ഷണിച്ചിരുന്നത്. ഇപ്പോൾ നമ്മൾ ഈ അവാർഡ് പ്രഖ്യാപനത്തിനായിട്ട് എത്തിയിട്ടുള്ളത് പാപ്പച്ചൻ സാറിൻ്റെ മോൻ CP ജീവനുണ്ട്, സെക്രട്ടറിയും ട്രഷററുമാണുള്ളത്. അപ്പോൾ അവാർഡ് പ്രഖ്യാപനത്തിന് വേണ്ടിയിട്ട് സെക്രട്ടറിയെ ക്ഷണിക്കുന്നു. അതായത് നമ്മൾ എറണാകുളം പ്രസ് ക്ലബിൻ്റെ ഒരു പ്രസ്റ്റീജിയസ് അവാർഡുകളിലൊന്നാണ് CV പാപ്പച്ചൻ സ്മാരക പുരസ്കാരം. അപ്പോൾ ഒന്ന് വ്യത്യസ്തമായൊരു വിഷയം ഇത്തവണ കൊടുക്കാം എന്ന് തീരുമാനിച്ചിട്ടാണ് ദുരന്തം പ്രകൃതിയുടെ വേദന എന്ന് പറയുന്നൊരു വിഷയം എടുത്തത്. ഏകദേശം 24 എൻട്രികൾ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് ഇംഗ്ലീഷും മലയാളത്തിലുമായിട്ട് വന്നു. നമ്മൾ വളരെ പ്രമുഖരായ 3 ഫേമസ് ആയത് നമ്മുടെ സീനിയേഴ്സായിട്ടുള്ള വളരെ എന്താ പറയുക പരിണിതപ്രജ്ഞരായ ഈ മേഖലയിൽ വലിയ എക്സ്പേർട്സ് ആയിട്ടുള്ള 3 ആളുകളെയാണ് നമ്മളിതിന് ജൂറികളായിട്ട് നിശ്ചയിച്ചത്. അവർ പേര് പറയാം, നമ്മുടെ ഇന്ത്യൻ എക്സ്പ്രസ്സിലെ പിന്നെ ശ്രീ രാജേഷ് രവി, ജന്മഭൂമിയിലെ ന്യൂസ് എഡിറ്ററായിരുന്ന ശ്രീ അനിൽ നമ്പൂതിരി, ദേശാഭിമാനിയിലെ ശ്യാം, ഇത്രയും ആളുകളാണ് ഇത് ജൂറിയായിട്ട് നമ്മൾ എടുത്തത്. അപ്പോൾ അവർ വളരെ ഈ വിഷയത്തോടും ഇതിൻ്റെ വിഷയത്തോട് കാണിച്ച റിപ്പോർട്ടുകളുടെ അതിൻ്റെ ഒരു സമഗ്രത, റൈറ്റിംഗ് ക്രാഫ്റ്റ്, പിന്നെ അങ്ങനെ എന്താ പറയുക വെറും റിപ്പോർട്ട്സ് മാത്രമല്ല അതിൽ ആഴത്തിലുള്ളൊരു പഠനം, അങ്ങനെ പല വിഷയങ്ങളിൽ വളരെ സമഗ്രമായിട്ടുള്ള ഒരു ആലോചനയിലും പരിശോധനയിലുമാണ് ഈ വിഷയം ഈ വിന്നറെ തിരഞ്ഞെടുത്തത്. നല്ല ടൈറ്റ് ഫൈറ്റായിരുന്നു. ചെറിയ 1 മാർക്ക് 2 മാർക്കിൻ്റെ വ്യത്യാസത്തിലാണ് ഈ അതായത് ഒരു വിന്നർക്ക് ശരിക്കും മറ്റൊരാൾക്ക് ആയിട്ട് 1.5 മാർക്ക് 2 മാർക്കിൻ്റെ ഡിഫറൻസേ ഉള്ളൂ. സത്യത്തിൽ വന്ന ആളുകൾ മുഴുവൻ അതായത് ഗംഭീരമായ പ്രോഡക്റ്റ്സ്, ആയത് നല്ല റിപ്പോർട്ട്സാണ് എല്ലാം വന്നത്. ചില ഫീച്ചറുകൾ അയച്ചിട്ടുണ്ട്, പരമ്പരകൾ വന്നിട്ടുണ്ട്, പിന്നെ സ്പോട്ട് റിപ്പോർട്ടിംഗ് ഉണ്ട്. ഭയങ്കര രസകരമായ സാധനങ്ങളാണ് വന്നിരിക്കുന്നത്. അതിൽ നമുക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് ഈ 3 ജഡ്ജസിൻ്റെ ഇതിൽ നിന്നും കൂട്ടി വന്നത്. ഏറ്റവും സന്തോഷം എന്താ വെച്ചാൽ ദുരന്തങ്ങളൊക്കെ പലയിടത്ത് നടന്നെങ്കിലും ഇതിൽ അവാർഡ് നേടിയത് കൊച്ചിക്കാരനാണ്. മാതൃഭൂമിയിലെ സിറാജ് കാസിമിനാണ് ഈ അവാർഡ്. അദ്ദേഹത്തിൻ്റെ മാതൃഭൂമിയിൽ 2024 ജൂൺ മാസത്തിൽ എഴുതിയ കായൽ മരിക്കുന്ന തീരത്ത് എന്ന് പറയുന്ന പരമ്പരയാണ്. ഇത് പല ദിവസങ്ങളിലായിട്ട് വന്ന പരമ്പരയാണ്. കൊച്ചിയുടെ കായൽ അതിൻ്റെ അതായത് സ്പോട്ട് റിപ്പോർട്ടിംഗ് എന്നുള്ളതല്ല പുള്ളി എടുത്തത്. ഒരു പ്രകൃതി എങ്ങനെയാണ് ഒരു ദുരന്തത്തെ മെല്ലെ ദുരന്തത്തിലേക്ക് വഴി അതായത് ഇറങ്ങിത്തിരിക്കുന്നത് എന്നുള്ള തരത്തിലുള്ള ഒരു സമഗ്രമായ പഠന റിപ്പോർട്ടാണ്. എല്ലാ ജൂറി അംഗങ്ങളും വളരെ കാര്യമായിട്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ആ വിഷയത്തോട് സമീപിച്ച രീതിയെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം സിറാജ് കാസിമാണ് ഇതിൻ്റെ വിന്നർ. സിറാജ് നമുക്കറിയാം മാതൃഭൂമിയിൽ ചീഫ് റിപ്പോർട്ടറാണ്, ഇടപ്പള്ളിയിലാണ് താമസം, നമ്മുടെ എറണാകുളം പ്രസ് ക്ലബിൻ്റെ അംഗം കൂടിയാണ്. അപ്പോൾ സിറാജിന് എറണാകുളം പ്രസ് ക്ലബിൻ്റെ പ്രത്യേക അഭിനന്ദനങ്ങൾ. മറ്റൊന്ന്, ഇപ്പം നമ്മുടെ പാപ്പച്ചൻ സാറ് ഇപ്പോൾ നമ്മുടെ പ്രസിഡൻറ്റ് പറഞ്ഞ പോലെ എറണാകുളം പ്രസ് ക്ലബിൻ്റെ സ്ഥാപക അതായത് ആ ഒരു കാലയളവിൽ നമ്മുടെ KUWJ-യെയും എറണാകുളം പ്രസ് ക്ലബിനെയും നയിച്ച വളരെ അറിയപ്പെടുന്ന ഒരു പത്രപ്രവർത്തകൻ, കേരളത്തിലൊക്കെ അറിയപ്പെടുന്ന ഒരു പത്രപ്രവർത്തകനാണ്. അദ്ദേഹത്തിൻ്റെ പേരിലുള്ള ഈ പുരസ്കാരം വളരെ നമ്മൾ മുൻകാലങ്ങളിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായിട്ട് വളരെ എന്താ പറയുക വളരെ തലയെടുപ്പുള്ളൊരു പരിപാടിയാക്കി നമുക്ക് അവതരിപ്പിക്കണം എന്നുള്ളൊരു ചിന്തയിൽ നിന്നാണ് നമ്മൾ ഈ അവാർഡ് ദിനം, അതായത് അവാർഡ് സമർപ്പിക്കുന്ന ദിവസം കൂടി വളരെ ഒരു ഇമ്മമറബിൾ ഡേ ആക്കി മാറ്റാൻ വേണ്ടി നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഈ മാസം 12-ന് ചൊവ്വാഴ്ച രാവിലെ 11 മണിക്ക് ഈ നമ്മുടെ പ്രസ് ക്ലബിനടുത്തുള്ള എറണാകുളം ഗസ്റ്റ് ഹൗസിൻ്റെ ബാങ്ക്വറ്റ് ഹാളിൽ വെച്ച്
മന്ത്രി പി രാജീവാണ് അവാർഡ് സമ്മാനിക്കുന്നത്. അന്നേ ദിവസം ഡോക്ടർ മോഹൻ ഗോപാൽ എന്ന് പറയുന്ന ഇന്ത്യയിലെ അറിയപ്പെടുന്ന ഭരണഘടനാ സംവിധാനങ്ങളെക്കുറിച്ച് എപ്പോഴും നിരന്തരം സംസാരിക്കുകയും അതായത് മാധ്യമങ്ങളെ ഒക്കെ കൃത്യമായി വിലയിരുത്തുകയും വീക്ഷിക്കുകയും ചെയ്യുന്ന ഡോക്ടർ മോഹൻ ഗോപാൽ മലയാളിയാണ്. പക്ഷേ അദ്ദേഹം ഡൽഹിയിലാണ്. അദ്ദേഹം ഡൽഹി നാഷണൽ ലോ സ്കൂൾ അതിൻ്റെ അക്കാഡമിയുടെ ഡയറക്ടറായിരുന്നു. സുപ്രീം കോടതിയുടെ ഭരണഘടനാ പരിഷ്കരണ കമ്മിറ്റിയുടെ ചെയർമാനായിരുന്നു. അതുകൊണ്ട് കൊച്ചിയിലെ മാധ്യമപ്രവർത്തകരെയും മീഡിയ സ്റ്റുഡൻസിനെയും സംബന്ധിച്ചും അദ്ദേഹത്തിൻ്റെ ഒരു ടോക്ക് എന്ന് പറയുന്നത് വലിയൊരു വാല്യുബിൾ ഒരു ടോക്കായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം മാറുന്ന മാധ്യമ വിചാരങ്ങളും ഭരണഘടനാ അവകാശങ്ങളും എന്ന് പറയുന്ന വിഷയത്തിൽ CV പാപ്പച്ചൻ സ്മാരക പ്രഭാഷണം നടത്തും. അതന്ന് രാവിലെ 11 മണിക്ക് നമ്മൾ തുടങ്ങും അവിടെ. തുടർന്ന് മന്ത്രി 11:15 മന്ത്രി എത്തും. നമ്മൾ പുരസ്കാര സമ്മാനം കൊടുക്കും. ഇതാണ് നമ്മൾ 20,000 രൂപ ആണ് നമ്മൾ അവാർഡ് തുകയായിട്ട് കൊടുക്കുന്നത്. ഒപ്പം പ്രശസ്തി പത്രവും ഫലകവും കൂടി നമ്മൾ സമ്മാനിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും അന്നത്തെ ദിവസം വരണം. നല്ല ഗംഭീരമായിട്ട് നമ്മുടെ ഒരു പരിപാടി എന്നുള്ള നിലയിൽ ഇത് എല്ലാ പരിപാടികളും പോലെ വളരെ വിജയപ്രദമായിട്ട് ഇത് നമുക്ക് നടപ്പാക്കി. ജസ്റ്റ് താങ്ക്സ് ഫോർ പ്രസ് ക്ലബ് ഫോർ ഓർഗനൈസിങ്. ഇത് നല്ല ഭംഗിയായിട്ട് ഇതിൻ്റെ ഈ ജൂറി എല്ലാം ഇതിനെ പരിശോധിച്ചൊരു വിന്നറിനെ തീരുമാനിച്ചതിൽ സന്തോഷം, നന്ദി. എൻ്റെ അപ്പൻ CV പാപ്പച്ചൻ മരിച്ച ഓർമ്മ ദിവസമാണ് 27 ജൂൺ 27 ആണ്. അറ്റ് ദ ഏജ് ഓഫ് 86, 86 വയസ്സുള്ളപ്പോഴാണ്. എൻ്റെ കൂടെ ഞാൻ ഗുജറാത്തിൽ ആയിരുന്നു ആ സമയത്ത്, ഞങ്ങളുടെ കൂടെ ആയിരുന്നു അഹമ്മദാബാദിൽ.